ഓം ശാന്തി. 18/1/2009 അവ്യക്ത മുരളിയാണിന്ന്. 2009 ബാബ്ദാദയുടെ അവ്യക്ത പാലനയുടെ 40 വർഷം പൂർത്തീകരിക്കുന്ന വർഷമാണ്. അപ്പം അതുകൊണ്ട് തന്നെ 40 വർഷത്തെ അവ്യക്ത പാലനയുടെ റിസൾട്ടിനെ കുറിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ ബാബ്ദാദ പറയുന്നത്. ഇന്നത്തെ മഹാവാക്യങ്ങളുടെ സാരം ഇതാണ്: 40 വർഷത്തെ അവ്യക്ത പാലനയുടെ റിട്ടേൺ. 4 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ശുഭചിന്തകരായിട്ട് മാറുക, ശുഭചിന്തനം ചെയ്യുക, ശുഭ മനോഭാവമുള്ളവരായിട്ട് മാറുക, അതേപോലെ ശുഭ വായുമണ്ഡലം സൃഷ്ടിക്കുക. അങ്ങനെ 0 അതേപോലെ ഹീറോ സ്മൃതിയിൽ ഇരിക്കാൻ പറയുകയാണ്. ഈ 4 കാര്യങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ശുഭചിന്തകനായി മാറുക, ശുഭചിന്തനം ചെയ്യുക, ശുഭ മനോഭാവത്തിലൂടെ ശുഭവായുമണ്ഡലത്തെ ഉണ്ടാക്കുക, 0 അതേപോലെ ഹീറോയിൻ്റെ സ്മൃതിയിൽ ഇരിക്കുക. ആജ് ബാബ്ദാദാ चारों ओर के अपने सेवा के साथी बच्चों से मिलने आए हैं. ഇന്ന് ബാബ്ദാദ സേവനത്തിൽ തൻ്റെ കൂട്ടുകാരായിട്ടുള്ള കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ബാബ്ദാദ വന്നിട്ടുള്ളത്. आदि सेवा के साथी और साथ में और भी सेवा के साथी बन बहुत अच्छी सेवा की वृद्धि कर रहे हैं. സേവനത്തിൻ്റെ കൂട്ടുകാർ ആദ്യം മുതൽ സേവനത്തിൻ്റെ കൂട്ടുകാരായിട്ട് മാറി വളരെ നല്ല രീതിയിൽ സേവനത്തിൻ്റെ വൃദ്ധി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. तो बाप दादा अपने साथियों को देख खुश हो रहे हैं. അപ്പോൾ സേവനത്തിൽ തൻ്റെ കൂട്ടുകാരെ കണ്ട് ബാബ്ദാദ സന്തോഷിക്കുകയാണ്. ഓർ ദിൽ മേ ഗീത് ഗാ രഹാ ഹേ വാ. അതുമാത്രമല്ല, ബാബ ഹൃദയത്തിൽ ഈ ഗീതം പാടിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ എന്ന ഗീതം പാടിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ സേവ സാധ്യമായിട്ടുള്ള കുട്ടികളെ കണ്ട് ബാബ്ദാദ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഗീതം പാടിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, എൻ്റെ വിശ്വപരിവർത്തന സേവനത്തിന് നിമിത്തമായിട്ടുള്ള കുട്ടികളെ ആഹാ. ഈ ഗീതം ബാബ്ദാദ പാടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വപരിവർത്തനത്തിന് നിമിത്തമായ കുട്ടികളെ കണ്ട് ആഹാ പറയുകയാണ് ബാബ. ആജ് അമൃത് വേളെ സേ ചാരോം ഓർ സ്നേഹ കി മാലായി ബാബ് ദാദാ കോ ഡാൽ രഹേ തേ. അമൃതവേള മുതൽക്ക് തന്നെ 4 ഭാഗത്തു നിന്നും സ്നേഹത്തിൻ്റെ മാലകൾ ബാബ്ദാദയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 3 പ്രകാർ കി മാലായേ തേ. മാലകളുടെ പ്രത്യേകത ബാബ പറയാണ്. 3 പ്രകാരത്തിലുള്ള മാലകളുണ്ടായിരുന്നു. എക് ദി ബാബ് സമാൻ ബന്നേ കാ ഉമംഗ് ഉത്സാഹ് കി. ആദ്യത്തെ മാല ബാബയ്ക്ക് സമാനമായി മാറുന്നതിൻ്റെ ഉന്മേഷ ഉത്സാഹത്തിൻ്റെ മാലയായിരുന്നു ആദ്യത്തേത്. ദൂസരി ധി അതി ബിഛടി ഹുയി ബന്ധൻ വാലി ഭാന്തേലി ഗോപികാവും കി. രണ്ടാമത്തെ മാല എന്ന് പറയുന്നത് ഒരുപാട് കാലം വേർപെട്ടിരുന്ന ബന്ധനസ്ഥരായിട്ടുള്ള ബന്ധനത്തിൽ കിടക്കുന്ന ഗോപികമാരുടെ മാലയായിരുന്നു അടുത്ത മാല. ഉനുംകി മാലായേ തോ ധി ലേക്കിൻ ചമക്തേ ഹുയേ അതി അമൂല്യ ആംസുവും കി മാലാ ഭീ തേ. അപ്പം അവരുടെ മാല എങ്ങനെ കാണപ്പെട്ടത്? വളരെയധികം തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അതി അമൂല്യമായ കണ്ണുനീരിൻ്റെ മാലയായിരുന്നു എന്ന് പറയാണ് ബാബ. ഒരുപാട് കാലം വേർപെട്ടിരുന്ന ബന്ധനസ്ഥരായിട്ടുള്ള ഗോപികമാരുടെ മാല എന്ന് പറയുന്നത്
കണ്ണുനീരിൻ്റെ മാലയായിരുന്നു. അതും ബാബ കണ്ണുനീരിനെ വിശേഷിപ്പിക്കുന്നത് അമൂല്യമായിട്ടുള്ള കണ്ണുനീരിൻ്റെ മാലയായിരുന്നു. അത് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അമൂല്യമായ കണ്ണുനീരിൻ്റെ മാലയായിരുന്നു അത്. ഏക് ഏക് ആൻസു മോത്തി സമാൻ ചമക് രഹേ തെ. അപ്പോൾ ഓരോരോ കണ്ണുനീരും മുത്തിന് സമാനം തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓർ തീസരി മാല കുച്ച് കുച്ച് ബച്ചും കെ ഉല്ലംഘനോ കി ധീ. മൂന്നാമത്തെ മാല ചില കുട്ടികളുടെ പരാതികളുടെ മാലയായിരുന്നു. അപ്പോൾ ഈ 3 പ്രകാരത്തിലുള്ള മാലയാണ് അമൃതവേള മുതൽ ബാബ്ദാദയുടെ കഴുത്തിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സ്നേഹത്തിൻ്റെ ഫലമായിട്ടുള്ള മാലയാണ്, സ്നേഹത്തിൻ്റെ മാലകളാണ്. ഇങ്ങനെ 3 പ്രകാരത്തിലുള്ള മാലകളാണ് അമൃതവേള മുതൽക്ക് തന്നെ ബാബ്ദാദയുടെ കഴുത്തിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആജ് അമൃതവേളെ സെ ലേക്കെ സഭി മേ വിശേഷ സ്നേഹ സമായ ഹുവ ദിഖായി ദേ രഹാ ഥാ. അമൃതവേള മുതൽക്ക് തന്നെ എല്ലാവരിലും വിശേഷ സ്നേഹം അടങ്ങിയിരിക്കുന്നത് ബാബ്ദാദ കാണുന്നുണ്ടായിരുന്നു. ബാബ്ദാദയും തൻ്റെ വിരാട രൂപത്തിലൂടെ അവിശാലമായ കൈകളിൽ എല്ലാ കുട്ടികളെയും ഒതുക്കി സ്നേഹം കൊണ്ട്. വൈസേ ആജ് കാ ദിൻ സ്നേഹ കെ സാത്ത് സർവ പവേഴ്സ് കി വിൽ ദേനെ കാ ഭീ ഥാ. ഇന്ന് ബാബ പറഞ്ഞു സ്നേഹത്തിൻ്റെ ദിവസമാണ്. ഒപ്പം ഇന്ന് എല്ലാ പവേഴ്സും വിൽ ചെയ്യുന്നതിൻ്റെ, വില്ലായി നൽകുന്നതിൻ്റെ ദിവസം കൂടി ആയിരുന്നു ഇന്നത്തെ ദിവസം. ഏക് ബച്ചി കോ ഹാത്ത് മേ ഹാത്ത് മിലാക്കെ സാത്ത് മേ സബി ബച്ചും കോ വിൽ പവേഴ്സ് കി വിൽ കി. ഒരു കുട്ടിയുടെ കയ്യിൽ കൈ പിടിച്ച് ബാബ തൻ്റെ ഇത്രയും വർഷത്തെ സാധനയുടെ ഫലം അവസാനം പ്രകാശ്മണി ദാദിയുടെ കയ്യിൽ കൈ പിടിച്ചുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ദൃഷ്ടി നൽകി കൈ പിടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ബാബ പറയണത് ഒരു കുട്ടിയുടെ കയ്യിൽ കൈ കൊടുത്ത് ഒപ്പം എല്ലാ കുട്ടികൾക്കും, അത് ശക്തിസേന അതേപോലെ പാണ്ഡവർക്ക് എല്ലാവർക്കും ചേർത്ത് വിൽ പവേഴ്സിൻ്റെ വിൽ ബാബ നൽകിയിരിക്കുകയാണ്. ബാബ്ദാദ ने देखा कई बच्चे पांडव भी और शक्तियाँ भी. ബാബ്ദാദ കണ്ടു പല കുട്ടികളും പാണ്ഡവരുണ്ടായിരുന്നു, ശക്തികളുണ്ടായിരുന്നു. പല കുട്ടികളും गुप्त रूप से अंतर्मुखी बन पुरुषार्थ में तीव्र गति से चल रहे हैं. ഗുപ്ത രൂപത്തിൽ അന്തർമുഖിയായി തീവ്ര പുരുഷാർത്ഥത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ബാബ്ദാദ കാണുന്നുണ്ടായിരുന്നു. ബാഹർ സെ ദിക്കായി നഹീ ദേത്തെ ഹെ. ഗുപ്തമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിലാണ് ഒരു പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ പുറത്തതൊന്നും കാണുന്നില്ല. ലേക്കിൻ പുരുഷാർത്ഥ അച്ഛേ ഹെ. പക്ഷെ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, ഗുപ്ത രൂപത്തിൽ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്. ബാബ്ദാദാനെ ആജ് സഭി ബച്ചും കോ വിശേഷ രൂപ ദേഖ. അപ്പോൾ ഇന്ന് ബാബ്ദാദ എല്ലാ കുട്ടികളുടെയും വിശേഷ രൂപത്തെ കണ്ടു. സ്നേഹ കെ സബ്ജക്റ്റ് സഭി കെ ചേഹരോം കോ ചമക്കാ രഹി തി. സ്നേഹത്തിൻ്റെ സബ്ജക്റ്റ് എല്ലാവരുടെയും മുഖത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ജ്ഞാനി തോ ആത്മാ ബച്ചേ തോ ഹേ ലേക്കിൻ സ്നേഹ കെ സബ്ജക്റ്റ് ആവശ്യക് ഹേ. ജ്ഞാനിത്വ ആത്മാവാണ്, എന്നാലും സ്നേഹത്തിൻ്റെ സബ്ജക്റ്റും ആവശ്യം തന്നെയാണ്. ക്യോंकि സ്നേഹി മേനത്ത് കം ഓർ മുഹബത്ത് കെ അനുഭവ മേ സഹജ് രഹത്തെ ഹെ. കാരണം സ്നേഹമുണ്ടെങ്കിൽ അവിടെ പരിശ്രമം കുറവായിരിക്കും. അതുപോലെ പ്രേമത്തിൻ്റെ അനുഭവത്തിൽ സഹജമായിട്ടിരിക്കാൻ കഴിയും. പരിശ്രമം കുറവും, എന്നാൽ അവിടെ പ്രേമത്തിൻ്റെ അനുഭവത്തിൽ അവർക്ക് സഹജമായിട്ട് ഓർമ്മയുണ്ടായിരിക്കും. എല്ലാം സഹജമായിട്ട് ചെയ്യാൻ കഴിയും. സ്നേഹ കെ ശക്തി കൈസി ബി പഹാഡ് ജൈസി സമസ്യ ഹോ
पहाड़ को भी रूई बना देते हैं. സ്നേഹത്തിൻ്റെ ശക്തി എങ്ങനെയുള്ള പർവ്വതം പോലെയുള്ള പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, ആ പർവ്വതത്തെ പോലും പഞ്ഞിയാക്കി മാറ്റും. पहाड़ को भी पानी जैसा हल्का बना देते हैं. പർവ്വതത്തെ പോലും വെള്ളത്തിന് സമാനം ഭാരമില്ലാത്തതാക്കി മാറ്റും. അത്രയ്ക്ക് ശക്തിയുണ്ട് സ്നേഹത്തിനെന്ന് പറയണ ബാബ. സ്നേഹ ഏക് ഛത്രഛായ ഹെ. അതുമാത്രമല്ല, സ്നേഹം ഒരു കുടക്കീഴാണ്. ഛത്രഛായ കെ കാരൺ വ സദാ സേഫ് രഹ്താ ഹെ. കുടക്കീഴിലിരിക്കുമ്പോൾ എപ്പോഴും സുരക്ഷിതമായിട്ടിരിക്കും. അപ്പോൾ കുടക്കീഴായതുകൊണ്ട് സദാ അതിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നു, സഹജമായിട്ടിരിക്കുന്നു. സ്നേഹസേ പരമാത്മാ വ ഭഗവാൻ കോ ബി അപ്ന ദോസ്ത് ബനാ ദേത്തെ ഹെ. സ്നേഹത്തിലൂടെ പരമാത്മാവിനെ അല്ലെങ്കിൽ ഭഗവാനെ പോലും തൻ്റെ കൂട്ടുകാരനാക്കി മാറ്റുകയാണ്. ജോ യാദ്ഗാർ ഹേ ഖുദാ ദോസ്ത് കാ. ഇതിൻ്റെ ഓർമ്മച്ചിഹ്നം ഉണ്ടല്ലോ, അള്ളാഹു കൂട്ടുകാരനായിട്ടുള്ള ഈശ്വരനെ കൂട്ടുകാരനാക്കി വെക്കുന്നതിൻ്റെ ഓർമ്മച്ചിഹ്നം ഉണ്ടല്ലോ. ഖുദാ കോ ദോസ്ത് ബനാ കെ കോയി ബി സമസ്യ ദോസ്തി കെ നാത്തെ സെ സഹജ് കർ ദേത്തെ ഹെ. ഈശ്വരനെ കൂട്ടുകാരനാക്കി മാറ്റി ഏതൊരു സിറ്റുവേഷൻ വരുന്ന സമയത്തും ആ കൂട്ടുകാരൻ്റെ റിലേഷൻഷിപ്പിലൂടെ എല്ലാത്തിനെയും സഹജമാക്കി മാറ്റുന്നു. ബാപ് കോ ബി അപ്ന സാത്തി ബനാ ദേത്തെ ഹെ. ഇവിടെ കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്? ബാബയെ തൻ്റെ കൂട്ടുകാരനാക്കി മാറ്റുകയാണ്. ജ്ഞാൻ ബീജ് ഹെ ലേക്കിൻ പ്രേം കാ പാനി ബീജ് മേ പ്രാപ്തി കെ ഫൽ ലഗാ ദേത്താ ഹെ. ജ്ഞാനം ബീജമാണ്, എന്നാൽ പ്രേമത്തിൻ്റെ വെള്ളം ബീജത്തിൽ പ്രാപ്തിയുടെ ഫലം നൽകുന്നു. तो ऐसे बाप के स्नेही बच्चे बाप को याद करना मेहनत नहीं समझते हैं. അതുകൊണ്ട് ഇങ്ങനെയുള്ള അച്ഛൻ്റെ സ്നേഹിയായ കുട്ടിയായിട്ട് മാറി ബാബയെ ഓർമ്മിക്കുക. ഇതിൽ പരിശ്രമം ഇല്ല എന്ന് പറയണം, പരിശ്രമം ഉണ്ടെന്ന് വിചാരിക്കണില്ല. ലേക്കിൻ ഭൂൽന മുഷ്കിൽ സമझते हैं. ഇങ്ങനെയുള്ള അച്ഛനെ ഓർമ്മിക്കുന്നതിലല്ല പരിശ്രമം, പക്ഷേ മറക്കുന്നതിലാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. സ്നേഹി കബി സ്നേഹുക്കോ ഭൂൽ നഹി സക്ത. സ്നേഹിക്കൊരിക്കലും സ്നേഹം മറക്കാനായിട്ട് സാധിക്കില്ല. മേരാ ബാബ കഹ ദിൽ കെ സ്നേഹ സെ ഓർ സർവ ഖജാനോं की ചാബി മിൽ ജാത്തി ഹെ. എൻ്റെ ബാബ എന്ന് പറഞ്ഞു, ഹൃദയത്തിൻ്റെ സ്നേഹത്തിലൂടെ എല്ലാ ഖജനാക്കളുടെയും ചാവി അവിടെ ലഭിക്കുകയും ചെയ്തു. तो दोनों बाप दादा ऐसे स्नेही जिनके आगे बाप दादा भी हसूर हाजिर हो जाता है. അപ്പോൾ ബാപ് ദാദ രണ്ടുപേരും ഇങ്ങനെയുള്ള സ്നേഹി, അവരുടെ മുൻപാകെ ബാപ് ദാദയും ഹാജരാകുകയാണ്. യാദ് തോ സബ് കർത്തെ ഹേ ലേക്കിൻ കോയി ദോടി ദോടി മേഹനത് സേ കർത്തെ ഹേ. എല്ലാവരും ഓർമ്മിക്കുന്നുണ്ട്, പക്ഷേ ചിലർ പരിശ്രമത്തിലൂടെയാണ് ചെയ്യുന്നത്. ഓർ കോയി സദാ സ്നേഹ കെ സാഗർ മേ ലവ്ലീൻ രഹത്തെ ഹേ. അതുമാത്രമല്ല, സദാ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലയിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ദുനിയ വാലെ കഹത്തെ ഹേ ആത്മാ പരമാത്മാ മേ ലീൻ ഹോ ജാത്തെ. ലോകത്തിലുള്ളവർ പറയാറുണ്ട്, ആത്മാ പരമാത്മാവിൽ ലയിച്ചിരിക്കുന്നു. ലേക്കിൻ ആത്മാ പരമാത്മാ കെ പ്യാർ മേ ലവ് ലീൻ ഹോ ജാത്തെ ഹേ. ആത്മാ പരമാത്മാവിൻ്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണ്. ലീൻ നെഹി ഹോത്തി ലവ് ലീൻ ഹോത്തി ഹേ. ലയിച്ചിരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇവിടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആജ് കാ ദിൻ മുഹബത്ത് മേ ലവ്ലീൻ കാ ഹേ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്
പ്രേമത്തിൽ ലയിച്ചിരിക്കുന്നതിൻ്റെ ദിവസമാണ്. മേനത്ത് സമാപ്ത് ഹോ മൊഹബത്ത് കെ രൂപമേ ബദൽ ജാത്തെ ഹേ. ഇവിടെ പരിശ്രമം സമാപ്തമായി പ്രേമത്തിൻ്റെ രൂപത്തിലേക്കത് പരിവർത്തനപ്പെട്ടു എന്ന് പറയാണ് ബാബ. തോ ബാബ്ദാദാനെ സബി ബച്ചും കി റിസൾട്ട് ബി ദേക്കി. അതുകൊണ്ട് ബാബ്ദാദ എല്ലാ കുട്ടികളുടെയും റിസൾട്ട് കണ്ടു. ഹോംവർക്ക് മെജോറിറ്റീനെ കിയാം. ഇവിടെ കൂടുതൽ പേരും മെജോറിറ്റി പേരും ഹോംവർക്ക് ചെയ്തു. ബാപ് സമാൻ ബന്നേ കാ ലക്ഷ്യ ബാർ ബാർ റിവൈസ് ബി കിയാം. ബാബയ്ക്ക് സമാനമായി മാറുന്നതിൻ്റെ ലക്ഷ്യം വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തു, റിയലൈസ് ബി കിയാം. റിവൈസ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, റിയലൈസ് ചെയ്തു, തിരിച്ചറിഞ്ഞു. ബാബ പറയണ 75% കുട്ടികളുടെയും റിസൾട്ട് നല്ലതായിരുന്നു. ഓർ എ ബാപ് സമാൻ ബന്ന ഹി ഹേ കുച്ച് ബി തൂഫാനായേ. കുട്ടികളുടെ ഉള്ളിൽ ഇതുണ്ടായിരുന്നു, ബാബയ്ക്ക് സമാനമായിട്ട് മാറുക തന്നെ വേണം. ഇനി എങ്ങനെയുള്ള കൊടുങ്കാറ്റുകൾ വന്നോട്ടെ. ഹേ ഹി കലിയുഗ് കെ സമാപ്തി കാ സമയ. ഇത് കലിയുഗത്തിൻ്റെ സമാപ്തിയുടെ സമയമാണ്. അതുകൊണ്ട് കൊടുങ്കാറ്റുകൾ വരുമായിരിക്കാം. പരിവർത്തനത്തിൻ്റെ സമയമാണ്. ലേക്കിൻ ആപ് ബച്ചും കെ ലിയേ തൂഫാൻ ക്യാ ഹേ. എന്നാൽ നിങ്ങൾ കുട്ടികളെ പ്രതി കൊടുങ്കാറ്റ് എന്താണ്? തൂഫാൻ തൂഫാൻ നെഹി. കൊടുങ്കാറ്റ് കൊടുങ്കാറ്റല്ല, എന്നാൽ ഗിഫ്റ്റാണെന്ന് പറയാണ് ബാബ. ക്യോംകി ബാബ്ദാദാ കെ വരദാൻ കാ ഹാത്ത്. എന്തുകൊണ്ടെന്നാൽ ബാബ്ദാദയുടെ വരദാനത്തിൻ്റെ കൈ സബി പുരുഷാർത്ഥി ബച്ചും കെ മാത്തോം പർ ഹേ. കാരണം ബാബ്ദാദയുടെ വരദാനത്തിൻ്റെ കൈ എല്ലാ പുരുഷാർത്ഥി കുട്ടികളുടെയും ശിരസിലുണ്ട്. അതുകൊണ്ട് കൊടുങ്കാറ്റല്ല വരുന്നത്, ഗിഫ്റ്റാണെന്ന് പറയാണ്. ജിനോനെ ദൃഢ സങ്കൽപ് അർത്ഥാത് ദൃഢതാ കെ ചാബി കാര്യമേ ലഗായി. ആര് ദൃഢസങ്കല്പം ചെയ്തോ, അതായത് ദൃഢതയുടെ ചാവിയെ കാര്യത്തിൽ ഉപയോഗിച്ചോ, ഉനോനെ അബി കെ റിസൾട്ട് പ്രമാൺ സഫലത ബി പ്രാപ്ത് കെ ഹേ. അവരെന്ത് ചെയ്തു? ഇപ്പോഴത്തെ റിസൾട്ട് അനുസരിച്ച് സഫലത പ്രാപ്തമാക്കി. ലേക്കിൻ സദാ കെ കാൽ കെ ലിയേ തൂഫാൻ കോ തോഫ് കാ ബനായേ. എന്നാൽ സദാകാലത്തേക്ക് കൊടുങ്കാറ്റിനെ ഗിഫ്റ്റാക്കി മാറ്റി സമസ്യകളെ സമാധാന രൂപത്തിൽ നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ എന്ന് പറയാണ് ബാബ. തോ ബാബ്ദാദ അബി കി റിസൾട്ട് മേ ഖുഷ് ഹേ. അതുകൊണ്ട് ബാബ്ദാദ ഇപ്പോഴത്തെ റിസൾട്ടിൽ ബാബ്ദാദ സന്തുഷ്ടനാണ്. ജോ योग തപസ്യ की है उसमें ലക്ഷ്യ ദൃഢരേഖ ഹേ. എന്ത് യോഗ തപസ്യ ചെയ്തിട്ടുണ്ടോ അതിൽ ലക്ഷ്യം ദൃഢമാക്കി വെച്ചിട്ടുണ്ട്. ബന്ന ഹി ഹേ, ആകുക തന്നെ വേണം. അപ്പോൾ 40 വർഷത്തെ അവ്യക്ത പാലന പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ബാബ പറയണ 40 വർഷത്തിൽ ആദ്യം എന്താണ് വരുന്നത്? ബിന്ദു 0. 2 കാര്യങ്ങളാണ് പറയുന്നത് ബാബ. ബിന്ദു അല്ലെങ്കിൽ 0. तो 0 याद दिलाता कि मैं हीरो, सच्चा हीरो, മഹാൻ ഹീറോ ഹും. അപ്പോൾ 0 എന്തിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്? ഞാൻ ഹീറോ ആണ്, സത്യമായ ഹീറോ ആണ്, മഹാനായ ഹീറോ ആണ്. അതേപോലെ ഹീറോ പാർട്ട്ധാരിയായിട്ട് മാറി ഓരോ കാര്യത്തിലും ഹീറോയ്ക്ക് സമാനം ചെയ്യണം. തോ 0 ഹീറോ എ സദാ യാദ് രഹേ. അപ്പോൾ ഹീറോ 0 ഇത് സദാ ഓർമ്മിക്കണം എന്ന് പറയാണ് ബാബ.
ബാക്കി ജോ 4 ഹേ, ബാക്കി 4 കാര്യങ്ങളുണ്ടല്ലോ, ഉസ്മേ 4 ബാത്തേ നേച്ചുറൽ ജീവൻ മേ കർണി ഹേ. ആ 4 കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ ചെയ്യണം. 40 വർഷത്തിൻ്റെ അവ്യക്ത പാലനയുടെ റിട്ടേൺ എന്ന് പറയുന്നത് 4 കാര്യങ്ങളെക്കുറിച്ചാണ് ബാബ പറയുന്നത്. ശുഭചിന്തകരായിട്ട് മാറുക, ശുഭചിന്തനം ചെയ്യുക, ശുഭമനോഭാവമുള്ളവരായിട്ട് മാറുക, ശുഭമായിട്ടുള്ള വായുമണ്ഡലത്തെ സൃഷ്ടിക്കുക. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ഈ 4 കാര്യങ്ങളും സ്വാഭാവികമായിട്ടും ജീവിതത്തിലേക്ക് വരണം. ദൃഢതാപൂർവ കർണി ഹേ, ദൃഢതാപൂർവം ഈ 4 കാര്യങ്ങളും ചെയ്യണം. ബാബ ചോദിക്കുകയാണ്, ഇത് ചെയ്യാൻ തയ്യാറാണോ കുട്ടികൾ? കുച്ച് ബി പേപ്പർ ആവേ ലേക്കിൻ 4 ബാത്തേം അപ്നെ ജീവൻ മേ കർണി ഹേ. എന്ത് പേപ്പർ വന്നാലും ഈ 4 കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ചെയ്യുക തന്നെ വേണം. ബാബ ചോദിക്കുകയാണ്, ഇതിൽ ഉറച്ചിരിക്കുന്നുണ്ടോ? ഉറച്ചതായിട്ടിരിക്കുന്നുണ്ടോ? ബാബ പിറകിലുള്ളവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഉറച്ചിട്ടാണോ ഇരിക്കുന്നത്? കച്ചേക്കോ മായ ഘാ ജാത്തി ഹേ. ഇനി ഉറച്ചവരല്ലെങ്കിൽ, പാകമാകാത്തവരാണെങ്കിൽ അവരെ മായ വിഴുങ്ങുന്നു പറയണ ബാബ. അതുകൊണ്ട് വളരെയധികം ഉറച്ചതായിട്ടിരിക്കണം. അപ്പോൾ ആദ്യത്തെ കാര്യം സദാ ശുഭചിന്തകരായിട്ട് മാറുക. കോയി കി കംസൂരി ദേഖ് വാ സുൻ രഹംദിൽ ബൻ ശുഭചിന്തക് ബൻ ഉൻകോ സഹयोग देना ही है. ആരുടെയെങ്കിലും ദുർബലതകൾ കണ്ട് അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് ദയാഹൃദയരായിട്ട് മാറി, ശുഭചിന്തകരായിട്ട് മാറി അവർക്ക് സഹയോഗം കൊടുക്കുക തന്നെ വേണം. കംസൂരി കോ നഹി ദേഖന ഹെ. ദുർബലതകളെ കാണരുത്, പക്ഷേ സഹയോഗം കൊടുക്കണം. ഇതിനെയാണ് ശുഭചിന്തക് എന്ന് പറയുന്നത്. ശുഭചിന്തകരാകുക എന്ന് പറയുന്നത്. ആരുടെയെങ്കിലും ദുർബലതകൾ കാണുന്ന സമയത്ത് ആ ദുർബലതകളെ മറികടക്കാൻ അവർക്ക് സഹയോഗം നൽകുക. ഇതാണ് ശുഭചിന്തക്. അപ്പോൾ ബാബ പറയണ, ഇതിൽ ഉറച്ചതായിട്ടിരിക്കുന്നില്ലേ? സഹാരേ ദാദ രഹംദിൽ ബൻ സഹയോഗതോ. സഹായം കൊടുക്കുന്നവരായി ദയാഹൃദയരായിട്ട് മാറി എല്ലാവർക്കും സഹയോഗം കൊടുക്കൂ പറയണ ബാബ. ഉസ്സെ കിനാര യാ ഘൃണ നഹി കർണ, ക്ഷമ കർണ. ഇതിലകന്ന് നിൽക്കണ്ട, ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. ബാബ പറയണു, ക്ഷമിക്കുക. പർവശ് കെ ഊപ്പർ കഭി ഘൃണ നഹി ഹോ ജാത്തെ ഹെ. ദുർബലരായവരുടെ മുകളിൽ ഒരിക്കലും വെറുപ്പുണ്ടാകരുത്. അവർക്ക് സഹായം നൽകുകയാണ് വേണ്ടത്. തോ ശുഭചിന്തക് ഓർ ദൂസരാ ഹേ ശുഭചിന്തൻ. അപ്പോൾ ഒന്ന് ശുഭചിന്തക്, രണ്ടാമത്തേത് ശുഭചിന്തനം. ആജ്കൽ ബാബ്ദാദ ദേഖ്തേ ഹേ. ഇന്ന് ബാബ്ദാദ കാണുന്നുണ്ട്. മെജോറിറ്റി ബച്ചോ മേ കഭി കഭി വ്യർത്ഥ സങ്കൽപ്പ് ബഹുത്ത് ചൽത്താ ഹേ. ചിലപ്പോഴൊക്കെ കുട്ടികളിൽ വ്യർത്ഥ സങ്കല്പം ഒരുപാട് വരുന്നുണ്ട് പറയണ ബാബ. ഇസ്മേ അപ്നെ ജമാ ഹുയി ശക്തിയം വ്യർത്ഥ ചലി ജാത്തി ഹേ. അതിൽ തൻ്റെ ശേഖരിക്കപ്പെട്ടിട്ടുള്ള ശക്തികൾ വ്യർത്ഥമായിട്ട് പോകുന്നു. ഇസ്ലിയെ ശുഭചിന്തൻ കെ ലിയെ സൊമാൻ കാ കോയി ന കോയി അപ്ന ടൈറ്റിൽ മൻ കോ ഹോംവർക്ക് ദേ ദോ. അതുകൊണ്ട് ശുഭചിന്തനത്തിന് വേണ്ടി സമാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ടൈറ്റിൽ മനസ്സിൽ ഹോംവർക്ക് കൊടുക്കൂ. മൻ കാ ടൈം ടേബിൾ ബനാവോ. മനസ്സിൻ്റെ ടൈം ടേബിൾ ഉണ്ടാക്കൂ. കർമ്മ കാത്തോ ടൈം ടേബിൾ ബനാത്തേ ഹോ. നമ്മൾ പൊതുവെ കർമ്മത്തിൻ്റെ ടൈം ടേബിൾ ഉണ്ടാക്കാറുണ്ടല്ലോ. ഇവിടെ ബാബ പറയണത് മനസ്സിനൊരു ടൈം ടേബിൾ കൊടുക്കും. ഒരു ദിവസം രാവിലെ തുടങ്ങി രാത്രിയാവുന്നത് വരെ നമ്മൾ ഓരോരോ കർമ്മത്തിനും ടൈം ടേബിൾ കൊടുത്തിട്ട് ചെയ്യാറുണ്ടല്ലോ. ഇന്നത്തെ ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഈ ടൈം ടേബിൾ കൊടുക്കാറുണ്ടല്ലോ. അതേപോലെ ബാബ പറയണത് മനസ്സിനും ടൈം ടേബിൾ കൊടുക്കൂ.
अमृत वेले मिलन मनाने के बाद मन को कोई न कोई സൊമാൻ दे दो. അമൃതവേളയിൽ ബാബയുമായിട്ടുള്ള മിലനം ആഘോഷിച്ചതിന് ശേഷം മനസ്സിന് എന്തെങ്കിലും പ്രകാരത്തിലുള്ള സമ്മാനം കൊടുക്കും. लेकिन जैसे सुनाया है कि 12-13 बारी सभी को टाइम मिलता है, उसमें रियलाइज भी करो, रिवाइज भी करो तो मन बिजी रहने से व्यर्थ संकल्प में समय नहीं जाएगा. 12-13 പ്രാവശ്യം എല്ലാവർക്കും സമയം ലഭിക്കുന്നുണ്ട്. അതിൽ റിയലൈസ് ചെയ്യണം, അതേപോലെ റിവൈസും ചെയ്യണം. മനസ്സിനെ ബിസിയാക്കി വെക്കുമ്പോൾ വ്യർത്ഥ സങ്കല്പത്തിലേക്ക് ഒരിക്കലും സമയം നഷ്ടപ്പെടില്ല. മേനത്ത് നെഹിം കർണി പടേഗി, അപ്പോൾ പരിശ്രമവും ഉണ്ടാകില്ല. ഹർ സമയ സംഗം യുഗ് ജോ മൗജ് കാ യുഗ് ഹേ ഉസി മൗജുമേ രഹേങ്കെ. ഓരോ സമയവും സംഗമയുഗത്തിലെ ആനന്ദത്തിൻ്റെ യുഗത്തിൻ്റെ ആനന്ദത്തിലിരിക്കുന്നു പറയാണ്. തോ ദൂസര സുനായ ശുഭ ചിന്തൻ. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശുഭചിന്തനമാണ്. അതുകൊണ്ട് ബാബ പറയണത് ചെക്ക് ചെയ്യുകയും വേണം, ഒപ്പം ചേഞ്ച് ചെയ്യുകയും വേണം. ഇനി മൂന്നാമത്തെ കാര്യം മനോഭാവം. अशुभ वृत्ति वायुमंडल भी अशुद्ध फैलाते हैं. അശുഭമായിട്ടുള്ള മനോഭാവം അന്തരീക്ഷത്തെയും അശുദ്ധമാക്കും. അതുകൊണ്ട് ശുഭമായിട്ടുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. നാലാമത്തേതാണ് ഹരേക്ക് കോ യേ ജിമ്മേവാരി ലേനി ഹേ കി മുझे मेरा काम है खास दूसरे को नहीं देखना है. ഓരോരുത്തർക്കും ഈ റെസ്പോൺസിബിലിറ്റി എടുക്കണം. എനിക്ക് എൻ്റെ കർമ്മത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി, മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. മേരാ കാം ഹേ ശുഭവായുമണ്ഡൽ ബനാന. എൻ്റെ കർത്തവ്യം എന്താണ്? ശുഭവായുമണ്ഡലത്തെ സൃഷ്ടിക്കുക, ശുഭമായ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുക. ജൈസെ കബീ ഭി വായുമണ്ഡൽ മേ ബദ്ബു ഹോത്തി ഹേ തോ ക്യാ കർത്തേ ഹോ. എപ്പോഴെങ്കിലും അന്തരീക്ഷത്തിൽ ദുർഗന്ധമുണ്ടാകുന്ന സമയത്ത് എന്താണ് ചെയ്യാറുള്ളത്? അവിടെ സുഗന്ധമുള്ള എന്തെങ്കിലും കത്തിച്ചു വെക്കാറുണ്ട്. ബദ്ബു സഹൻ നെഹി ഹോത്തി കോയി ന കോയി ഖുഷ്ബു കാ സാധൻ അപ്നാതേ ഹോ. ദുർഗന്ധം സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സുഗന്ധമുള്ള ഏതെങ്കിലും ഒരു സാധനം അവിടെ വെക്കാറുണ്ട്. അതേപോലെ സാധാരണ വായുമണ്ഡൽ വ അശുഭ വായുമണ്ഡൽ ബദൽനാ ഹി ഹെ. സാധാരണ അന്തരീക്ഷം അല്ലെങ്കിൽ അശുഭ അന്തരീക്ഷത്തെ ഇവിടെ പരിവർത്തനപ്പെടുത്തുക തന്നെ വേണം. ചാഹെ ഛോട്ടാ ഹേ ചാഹെ നയാ ഹേ ലേക്കിൻ സബ്കി ജിമ്മേവാരി ഹേ. ഇനി ചെറിയവരായിക്കൊള്ളട്ടെ പുതിയവരായിക്കൊള്ളട്ടെ എല്ലാവർക്കും ഈ ഉത്തരവാദിത്വം ഉണ്ട്. ദൃഢസങ്കൽപ്പ് കർണ ഹേ മുझे ശുഭ വായുമണ്ഡൽ ബനാന ഹി ഹേ. ദൃഢസങ്കല്പം ചെയ്യണം, എനിക്ക് ശുഭമായിട്ടുള്ള അന്തരീക്ഷം നിർമ്മിക്കുക തന്നെ വേണം. ഈ പ്രതിജ്ഞയെ പ്രത്യക്ഷമാക്കണമെന്ന് പറയാണ്. പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, ഇതിൽ ബാബ്ദാദയും സന്തോഷിക്കുന്നുണ്ട്. ലേക്കിൻ പ്രതിജ്ഞാമേ കബി കബി ദൃഢത നിഹി ഹോത്തി ഹേ. പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, പക്ഷേ ബാബ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പ്രതിജ്ഞയിൽ ദൃഢതയുണ്ടാകുന്നില്ല. അതുകൊണ്ട് വേണ്ട വിധത്തിലുള്ള സഫലത, എത്ര വേണോ അത്രയ്ക്കും സഫലത ഉണ്ടാകുന്നില്ല. സാരേ വിശ്വ കാ പ്രകൃതി കാ ആത്മാവോं का आत्माओं में ब्राह्मण आत्माएं भी आ जाते हैं. हर एक अपने सेवा स्थान का ऐसा वायुमंडल दृढ़ता से बनाओ. അപ്പോൾ മുഴുവൻ വിശ്വത്തിൻ്റെ പ്രകൃതിയുടെ ആത്മാക്കളിലെ ബ്രാഹ്മണ ആത്മാക്കൾ എല്ലാവരും വരുന്നുണ്ട്. ഓരോരുത്തർക്കും തൻ്റെ സേവാസ്ഥാനത്തെ ഇതുപോലെ വായുമണ്ഡലത്തെ ദൃഢതയോടുകൂടി ഉയർന്ന വായുമണ്ഡലത്തെ സൃഷ്ടിക്കണം. കുച്ച് ത്യാഗ് കർണ പടയത്തോ കർലോ. ഇനി ഇതിനു വേണ്ടി ത്യാഗം ചെയ്യേണ്ടി വന്നാലും ചെയ്തോളൂ. ഏ ത്യാഗ് കരേത്തോ മേ കരും നിഹി. ഇങ്ങനെയല്ല, ഇവർ ത്യാഗം ചെയ്യുകയാണെങ്കിൽ ഞാൻ ത്യാഗം ചെയ്യാം, അങ്ങനെയല്ല.
സിസ്റ്റം ശരിയാണെങ്കിൽ ഞാൻ ചെയ്യാം, അങ്ങനെയല്ല. എനിക്ക് ചെയ്യണം, എനിക്ക് പരിവർത്തനപ്പെടുത്തണം. കാരണം വിശ്വപരിവർത്തകരാണ് എന്നുള്ള സമാനമാണല്ലോ കുട്ടികളുടെ. എല്ലാവരും വിശ്വപരിവർത്തകരല്ലേ ചോദിക്കുകയാണ് ബാബ. കൈ ഉയർത്തു പറയണം, എല്ലാവരും വിശ്വപരിവർത്തകരല്ലേ? അച്ഛ വിശ്വപരിവർത്തക്, ബഹുത് അച്ഛ. എല്ലാവരും വിശ്വപരിവർത്തകരല്ലേ? तो पहले बाप दादा देखने चाहते हैं, है भी होगा भी, लेकिन इस वर्ष में बाप दादा छोटे या बड़े सेवा केंद्र का चक्कर लगावे तो वायुमंडल कैसा हो. അപ്പോൾ ബാബ്ദാദ ചെറുതും വലുതുമായിട്ടുള്ള സേവാ കേന്ദ്രത്തിൽ ചുറ്റിക്കറങ്ങി അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയുള്ളതാണ്? ജैसे आज का दिन स्नेह और शक्ति का है, ऐसे गांव गांव का सेंटर, बड़ा सेंटर, सभी का वायुमंडल ചൈതന്യ മന്ദിർ ഹോ. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ദിവസമാണ്. അതേപോലെ ഗ്രാമങ്ങളിലുള്ള സെൻറ്ററുകളിൽ, അത് വലിയ സെൻറ്റർ ആണെങ്കിലും ചെറിയ സെൻറ്റർ ആണെങ്കിലും എല്ലായിടത്തെയും അന്തരീക്ഷം എന്ന് പറയുന്നത് ചൈതന്യ ക്ഷേത്രം പോലെയാണെന്ന് പറയാണ്. എല്ലാം ചൈതന്യ ക്ഷേത്രമാണ്. നെഗറ്റീവ് കോ പോസിറ്റീവ് ബനാന ഇസ്മേ പഹലെ മേം. നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റുന്ന കാര്യത്തിൽ ആദ്യം സ്വയത്തെ മുന്നിൽ വയ്ക്കണം. ആദ്യം ഞാൻ. പഹലെ ആപ്പ് നഹി കർണ, ആദ്യം അവർ ചെയ്യട്ടെ, മറ്റുള്ളവരെ ഇക്കാര്യത്തിൽ മുന്നിൽ വെക്കരുത്. നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റുന്ന കാര്യത്തിൽ ആദ്യം സ്വയത്തെ മുന്നിൽ വെക്കണം. ഇവിടെ ആദ്യം മറ്റുള്ളവർ എന്നല്ല, ആദ്യം ഞാൻ. ക്യോंकि बाप दादा और एडवांस पार्टी और आजकल तो प्रकृति भी इंतजार कर रही है. ബാബ്ദാദയും അഡ്വാൻസ് പാർട്ടിയും പ്രകൃതിയും കാത്തിരിക്കുകയാണെന്ന് പറയാണ്. इंतज़ाम करने वाले आप हो, आपको इंतज़ार नहीं करना, इंतज़ाम करना है. കാരണം ബാബ പറയണത് ഇപ്പോൾ നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഇനി വെയിറ്റ് ചെയ്യരുത്, പകരം എന്ത് ചെയ്യണം? തയ്യാറെടുക്കണം. ആജ് ചാരോം ഓർ ഭയ് ഫൈല ഹുവാ ഹെ. ഇന്ന് 4 ഭാഗത്തും ഭയം സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. सबके दिल में एक ही संकल्प है, मेजोरिटी दुनिया वालों को कल क्या होगा. എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ ഒരു സങ്കല്പമാണ്. മെജോറിറ്റി ലോകത്തിലുള്ളവർക്കും ഈ ഒരു സങ്കല്പമാണ്, നാളെ എന്താകും. ആപ്കോ പതാ ഹേ കൽ ക്യാ ഹോഗ. നിങ്ങൾക്കറിയോ നാളെ എന്തായിത്തീരും? तो परिवर्तन करने में पहले मैं निमित्त बनूंगा. പരിവർത്തനം ചെയ്യുന്ന കാര്യത്തിൽ ആദ്യം ഞാൻ നിമിത്തമായിട്ട് മാറും. ഈ സങ്കല്പം ആരാണ് ചെയ്യുക? ഇതിൽ കൈയുയർത്തൂ എന്ന് പറയാണ്. കർണ പടേക, കർണ പടേക. ബാബ പറയണ ചെയ്യണം, ചെയ്യുക തന്നെ വേണം, പരിവർത്തനപ്പെടണം, രക്ഷകരായിട്ട് മാറണം. കുറച്ചൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ബാബ പറയണ സ്നേഹം എടുക്കേണ്ടതായിട്ട് വരും. മൻ കാ ഹാത്ത് ഉടായ യാ ഏ ഹാത്ത് ഉടായ. ഇക്കാര്യത്തിൽ കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ മനസ്സിൻ്റെ കൈയാണോ ഉയർത്തിയത് അതോ സ്ഥൂലത്തിലുള്ള കൈയാണോ ഉയർത്തിയത്? ആരൊക്കെ മനസ്സിൻ്റെ കൈ ഉയർത്തി ചോദിക്കുകയാണ്. ക്യോंकि മൻ ബദലാത്തോ വിശ്വ ബദല. കാരണം മനസ്സ് പരിവർത്തനപ്പെടുകയാണെങ്കിൽ വിശ്വം തന്നെ പരിവർത്തനപ്പെടും. അതുകൊണ്ട് ഈ വർഷത്തിലെ സ്ലോഗൻ എന്താണ്? ബാബ പറയണത്, ഈ വർഷത്തെ സ്ലോഗൻ നോ പ്രോബ്ലം. വിജയ് കാ ജണ്ട ദിൽ മേ ലഹരേക. വിജയത്തിൻ്റെ കൊടി ഹൃദയത്തിൽ അലയടിക്കും. ഓർ സബി ഖുഷി കി ഡാൻസ് സദാ മൻ മേ കരേക. ഒപ്പം സന്തോഷത്തിൻ്റെ നൃത്തം എല്ലാവരും മനസ്സിൽ ചെയ്യും. മനസ്സിൻ്റെ നൃത്തമാണ് സന്തോഷം. അതുകൊണ്ട് ഓരോ സമയവും സന്തോഷത്തിൻ്റെ നൃത്തം ചെയ്യും. ഓർ ദാദാ കെ ബച്ചേ ഹെ തോ ജോ ബി ആവേ ഹരേകു കോ കോയി ന കോയി ഗുൺ കി ഗിഫ്റ്റ് ദോ. ഇനി ദാദാവിൻ്റെ കുട്ടികൾ ഓരോരുത്തരും
ആരൊക്കെ മുന്നിൽ വരുന്നുണ്ടോ അവർക്കെല്ലാം എന്തെങ്കിലും പ്രകാരത്തിലുള്ള ഗുണത്തിൻ്റെ ഗിഫ്റ്റ് കൊടുക്കൂ. ആര് വന്നാലും അവർക്കെല്ലാം ഗുണത്തിൻ്റെ ഗിഫ്റ്റ് കൊടുക്കൂ. അതായത് ഒരു സെക്കൻഡിൽ അവർ വ ദൃഢ സങ്കല്പ് ദാദാ കാ സങ്കല്പ് ലിഫ്റ്റ് ബൻ ജായേഗ. ഒരു സെക്കൻഡിലുള്ള ദൃഢസങ്കല്പം ദാതാവിൻ്റെ സങ്കല്പം ലിഫ്റ്റായിട്ട് മാറും. സെക്കൻഡിൽ പരന്ധാമം സൂക്ഷ്മവദനം സ്ഥൂല മധുവൻ സാകാരവദനം. എവിടെ ആഗ്രഹിക്കുന്നുവോ പരിശ്രമമില്ലാതെ അവർക്ക് സെക്കൻഡിൽ എത്തിച്ചേരാൻ സാധിക്കും. കോയി ബി സാമനെ ആയേ ഉസ്കോ ഖാലി ഹാത്ത് നഹീം ബേച്ചന. ആര് മുന്നിൽ വന്നാലും അവരെ വെറും കൈയോടുകൂടി പറഞ്ഞയക്കരുത്. കൊയിന കൊയി ഗുൺകി, ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഗുണത്തിൻ്റെ മുഖത്തിലൂടെ പെരുമാറ്റത്തിലൂടെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാതെ വിടരുത്. इस वर्ष के हर मास की रिजल्ट अपने पास भी रखना है. അപ്പോൾ ഈ വർഷത്തിലെ ഓരോ മാസത്തിൻ്റെ റിസൾട്ട് തൻ്റെ അടുത്ത് വെക്കണം. और यज्ञ में टीचर द्वारा ओके का कार्ड भेजना. യജ്ഞത്തിൽ ടീച്ചറിലൂടെ ഓക്കെ കാർഡ് അയക്കണം. ബാബ പറഞ്ഞ ലംബാ പത്ര നിഹ്യം ഭേജന. ടീച്ചറുടെ അടുത്ത് വലിയ കത്തൊന്നും അയക്കേണ്ട. കുട്ടികൾ പൊതുവെ ചെയ്യാറില്ലേ, ബാബയുടെ അടുത്ത് പോകുന്ന സമയത്ത് മധുബനിൽ പോകുമ്പോൾ കുട്ടികൾ കത്തുകൾ കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ ബാബ പറഞ്ഞ നീളമുള്ള കത്തുകളൊന്നും കൊടുത്തയക്കേണ്ട, ഓക്കെ കാർഡാണ് അയക്കേണ്ടത്. കാർഡ് ബി ലംബ നഹീം ഭേജന. ഇനി വലിയ കാർഡും അയക്കേണ്ട, ലോകത്തിൽ അയക്കുന്ന കാർഡ് പോലത്തെ വലിയ കാർഡൊന്നും അയക്കേണ്ട. ടീച്ചർ ദ്വാര ജോ വരദാൻ കാ കാർഡ് മിൽത്താ ഹേ വ ഭേജന. ടീച്ചറിലൂടെ എന്ത് വരദാനത്തിൻ്റെ കാർഡ് ലഭിക്കുന്നുണ്ടോ അതയക്കണം. ഗുണങ്ങളുടെ സമ്മാനം, ശക്തികളുടെ സമ്മാനം എത്രയുണ്ട്. ലിസ്റ്റ് ഗിൻതി കരോ തോ കിത്തനി ബഡി ലിസ്റ്റ് ഹേ. ആ ലിസ്റ്റ് എണ്ണു എന്ന് പറയാണ് ബാബ. എത്ര വലിയ ലിസ്റ്റാണ്. ഗുണത്തിൻ്റെ ശക്തികളുടെ ഗിഫ്റ്റ് എത്രത്തോളം ഉണ്ട്. ഓർ ജിത്തന ദേങ്കെ ഉത്തിനി കം നഹി ഹോഗി ബഡ്തി ജായേഗി. ഇനി ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നാൽ ബാബ പറയണ എത്ര കൊടുക്കുന്നുവോ അത്രയും ഈ ഗിഫ്റ്റ് കുറഞ്ഞു പോകില്ല. പക്ഷെ ബാബ പറയണ ഈ ഗിഫ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. കൊടുക്കുന്തോറും ഈ ഗിഫ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ബാബ പറയണ ഇതാണ് ഇന്ദ്രജാലം. ലോകത്തിൽ മായാജാല മന്ത്രമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ബാബ പറയണത് ശിവമന്ത്രമാണ്. ഏതെങ്കിലും ഗുണത്തിൽ ബാബ പറയണ ആപ്സേ കം നഹി ഹോഗ ഓർ ഹി ബഡേഗ. കൊടുത്തുകൊണ്ടിരുന്നാൽ ആ ഗുണം നിങ്ങളിൽ കുറവാകില്ല, പക്ഷേ ആ ഗുണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇങ്ങനെ പറയാറുണ്ടല്ലോ, കൊടുക്കുകയാണെങ്കിൽ ദാനം കൊടുക്കുകയാണെങ്കിൽ ഗ്രഹപ്പിഴ ഇല്ലാതാകുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഗുണങ്ങളും ശക്തികളും എത്ര ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അത്രയും അത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവ്യക്ത ബാബ്ദാദയുടെ 40 വർഷത്തെ ബാബ, സ്നേഹിയായിട്ടുള്ള ബാബയുടെ പാലനയുടെ റിട്ടേൺ, 40 വർഷത്തെ പാലനയുടെ റിട്ടേൺ 4 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ശുഭചിന്തകരാകുക, ശുഭചിന്തനം ചെയ്യുക, ഒപ്പം ശുഭമായിട്ടുള്ള മനോഭാവത്തിലൂടെ ശുഭ വായുമണ്ഡലത്തെ സൃഷ്ടിക്കുക. ഈ 4 കാര്യങ്ങളെ നമുക്ക് സ്മരിക്കാം. ബാബയുടെ അതിസ്നേഹിയായ ബാബയുടെ അവ്യക്ത പാലനയുടെ റിട്ടേൺ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ഓം ശാന്തി.